നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു പുതിയ വിഭവമായിട്ടാണ്. സ്വാദേറിയ ഒരു പായസമാണ്, കരിക്ക് ബർമസെല്ലി പായസം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇന്നിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത് 3 കരിക്കിൻ്റെ ഉള്ളാണ്, അതായത് കാമ്പ് ചെറുതായിട്ട് നുറുക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കുണ്ട്, കശുവണ്ടി, മുന്തിരിങ്ങ. ഇത് നല്ല നാടൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ. ഇത് റോസ്റ്റഡ് ബർമസെല്ലി, പഞ്ചസാര, പിന്നെ പാല്. അപ്പോൾ നമുക്ക് ഗ്യാസിൽ ഒരു ചെറിയ പാൻ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നെയ്യ് സെമ്മിലിട്ട് കൊടുക്കാവേ, കാരണം ഒരുപാട് ചൂട് കൂടുമ്പോഴത്തേക്ക് നെയ്യ് നല്ല മൂത്ത് പോകും. ഇത് റോസ്റ്റഡ് ബർമസെല്ലി ആണെങ്കിലും നമ്മൾ ഒന്നും കൂടെ നെയ്യിലിട്ട് ഒന്ന് മൂപ്പിക്കുകയാണേ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ലിറ്റർ പാലാണ്. 1 ലിറ്റർ പാലിൽ 1/2 ലിറ്റർ വെള്ളം, അങ്ങനെയാണ് കണക്ക് ഇതിൽ വരുന്നത്. ശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് കുറച്ച് സിമ്മ് നന്നായിട്ട് മാറ്റിയിട്ട് നല്ല ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ ഇച്ചിരി പെട്ടെന്ന് ചൂടാകും പാൽ. നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഈ പാല് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പഞ്ചസാര കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ, കാരണം എങ്കിലേ നമുക്ക് ഇതിൽ മധുരം കുറച്ച് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഈ ബർമസെല്ലിയിലൊക്കെ മധുരം നന്നായിട്ട് പിടിക്കുന്നതിനാണ് ഇപ്പോൾ ആദ്യമേ കുറച്ച് പഞ്ചസാര ഇടുന്നത്. നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇതിൽ പാട ഇങ്ങനെ കിട്ടും. അറിയാമല്ലോ, പാലായതുകൊണ്ട് മേളിലിങ്ങനെ പാടയുടെ ഒരു ഇത് വരും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് ഇടയ്ക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏതാണ്ട് പായസം നമ്മുടെ ബർമസെല്ലിയൊക്കെ വെന്ത് പാലിച്ചിരി അതായത് ഇച്ചിരി പാല് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ചും കൂടെ ഒന്ന് ഇതാകണം, ഒന്നും കൂടെ കുറുകണം ഇത്. നമ്മൾ ആദ്യം ഒഴിച്ചത് 1 ലിറ്റർ പാലും ഒരു എത്ര 1/4 ലിറ്റർ, 1 ലിറ്ററിന് 1/4 ലിറ്റർ വെള്ളം എന്നുള്ളതിൽ നേരത്തെ മിക്സ് ചെയ്ത പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പം നമ്മൾ ഒഴിക്കുന്നത് ഈ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലാത്ത കട്ടിപ്പാലാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് നമുക്ക് നോക്കാം, മധുരം നോക്കിയിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്നതിന് 1/2 ബൗൾ വരെ ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. മധുരം ചിലർക്ക് അധികം മധുരമൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമുക്ക് മധുരം ഒന്ന് നോക്കിയിട്ട് ഇനി പഞ്ചസാര നമുക്ക് കുറച്ച് ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവേ. ഇതിൽ ഏതാണ്ട് കഴിഞ്ഞു, പായസത്തിൻ്റെ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി കുറച്ച് എന്താ പറയാനായിട്ട് ചില്ലറ മിൽക്ക് പണികളൊക്കെ കൂടെയുള്ളൂ. അപ്പം നമ്മുടെ ഇതിലെ അടുത്ത ഒരു പ്രധാന സാധനമാണ് നമ്മുടെ കരിക്ക്. അത് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്, കാരണം കരിക്ക് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിലൊരു സോഫ്റ്റ്നെസ് പോകും. അപ്പോൾ ലാസ്റ്റ് നമ്മളിത് കരിക്കിടുകയാണ് ഇതിലോട്ട്. ഇടയ്ക്കൊന്നൊക്കെ ചവച്ച് കഴിക്കാനൊക്കെ ആയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കരിക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് കുറച്ച് മേളിലോട്ട് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ മേളിലിടുമല്ലോ, അറിയാലോ, അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ കൂടെ ആയിട്ടൊന്ന് നെയ്യിൽ മൂപ്പിച്ചിടാം. പായസം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതാ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിതാ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അണ്ടിപ്പരിപ്പ്, അതൊന്ന് ഇട്ട് ഒന്ന് കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാവേ. ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ഇനി മുന്തിരിയുണ്ട്. കാരണം മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ഒരുമിച്ചാക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ മൂപ്പിനൊരു വ്യത്യാസം വരും എന്നുള്ളതുകൊണ്ടാണ് ആദ്യം കശുവണ്ടി മൂപ്പിച്ച് ഇനി നമ്മളെടുത്ത് വെച്ചേക്കുന്ന മുന്തിരിയാണേ. മുന്തിരി പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ അറിയാമല്ലോ, പെട്ടെന്ന് അങ്ങ് ഇതായി പോവത്. അപ്പോൾ നമുക്ക് മുന്തിരി എടുക്കുമ്പോഴത്തേക്ക് മുന്തിരി മുഴുവനായിട്ട് മുന്തിരിയും നെയ്യും കൂടെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രുചികരമായ ഖരുക്ക് ബർമസല്ലി മിക്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പിയെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കറിയാമെന്നുള്ള റെസിപ്പി ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അയക്കണം. പിന്നെ നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം. റെസിപ്പി അയക്കുന്നതിലൂടെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ ചെയ്യുന്ന ഫുഡിൻ്റെ റെസിപ്പിയുടെ ഷൂട്ട് ചെയ്ത് ഇതുപോലെ പറയാനായിട്ട് നിങ്ങളെയും പുറത്ത്, അതായത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പുറത്തോട്ട്, അതായത് അവരുടെ ലോകം വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ മാത്രമല്ല പുറത്തും ഇറങ്ങാനുള്ള അവസരമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്പി അയക്കാം. അത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത് അത് ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ അറിയിക്കുക ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലോട്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.